Today we are going to discussing a new topic, mixing and homogenization. സെയിം ആസ് യൂഷ്വൽ പറയുന്ന പോലെ തന്നെ ഈ ചാപ്റ്ററിലും എന്താണ് മിക്സിങ്, എന്താണ് ഹോമോജനൈസേഷൻ, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, മെക്കാനിസം, ദെൻ എക്യുപ്മെൻറ്റ്സ് യൂസ്ഡ് ഫോർ മിക്സിങ് ആൻഡ് ഹോമോജനൈസേഷൻ ഇൻ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രി. നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഏതൊക്കെ എക്യുപ്മെൻറ്റ്സ് ആണ് മിക്സിങ്ങിനും ഹോമോജനൈസേഷനും വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, വർക്കിംഗ്, പ്രിൻസിപ്പിൾ, യൂസ്, അഡ്വാൻറ്റേജ് ആൻഡ് ഡിസഡ്വാൻറ്റേജ്. ഇവിടെയും നമ്മൾ ഇതുവരെ പഠിച്ചതുപോലെ തന്നെ ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ അതിൻ്റെ വർക്കിങ്ങും കൺസ്ട്രക്ഷൻസും യൂസും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നോക്കാം മിക്സിങ്. എന്താണ് മിക്സിങ് എന്നുള്ളത്? മിക്സിങ് എന്ന ആ വേർഡിൽ തന്നെ ഉണ്ട്. വാട്ട് ഈസ് മിക്സിങ്? ജസ്റ്റ് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ സബ്സ്റ്റൻസ്, അത് ലിക്വിഡ് ആകാം, സോളിഡ് ആകാം, എനി സബ്സ്റ്റൻസ് ദാറ്റ് ആർ കമ്പൈൻഡ് ടുഗദർ, ഒരുമിച്ച് ചേർക്കുന്നതിനെയാണ് നമ്മൾ മിക്സിങ് എന്ന് പറയുന്നത്. മിക്സിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ഇൻ വിച്ച് 2 or more substance combine together. Then what are the objectives of a mixing? എന്തൊക്കെയാണ് ഒരു മിക്സിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ്? മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം നമ്മുടെ കയ്യിൽ 2-3 പൗഡേഴ്സ് ഉണ്ട്. ഡ്രൈ പൗഡേഴ്സ് ഉണ്ടാകാം അല്ലെങ്കിൽ ലിക്വിഡ്സ് ഉണ്ടാകാം. അത് നമുക്കൊരു യൂണിഫോം മിക്സ്ചറായിട്ട് കിട്ടണം. അത് നമ്മുടെ ഒരു മെയിൻ ഒബ്ജക്റ്റീവാണ്. അതായത് ജസ്റ്റ് നമ്മൾ അതിനെ മിക്സ് ചെയ്യുന്നു, സിമ്പിൾ ഫിസിക്കൽ മിക്സിങ്, മെറ്റീരിയൽസിനെ യൂണിഫോം മിക്സ്ചറാക്കി മാറ്റാൻ വേണ്ടി. ഇനി രണ്ടാമത്തെ കേസസ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു യൂണിഫോം പ്രോഡക്റ്റ് കിട്ടണം. ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് കെമിക്കൽ റിയാക്ഷൻസ് ഉള്ള റിയേജൻസ് ആണെങ്കിൽ അവ തമ്മിൽ റിയാക്ട് ചെയ്ത് അവിടെ റിയാക്ഷൻസ് ഉണ്ടാകും. ആ റിയാക്ഷൻസ് വഴിയായിരിക്കും അവിടെ നമുക്ക് ലാസ്റ്റ് ഫൈനലി യൂണിഫോം പ്രോഡക്റ്റ് കിട്ടുന്നത്. മൂന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സസ്പെൻഷൻ ഉണ്ടാക്കാം. സസ്പെൻഷൻ നമുക്കറിയാം എന്താണ് സസ്പെൻഷൻ എന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ പേസ്റ്റ് ഉണ്ടാക്കേണ്ടത് നമുക്കറിയാം. പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടണം. സസ്പെൻഷൻ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് സസ്പെൻഷനും വേണം, എമൽഷൻ പോലെയുള്ള ഡോസേജ് ഫോംസ് നമ്മൾ നമ്മുടെ ലാബിൽ പ്രിപ്പയർ ചെയ്യാറുണ്ട്. ഓക്കെ, സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോമാണ്. അതിനകത്ത് ഫൈനലി ഡിവൈഡഡ് സോളിഡ് പാർട്ടിക്കിൾസിനെ നമ്മളൊരു ലിക്വിഡ് അല്ലെങ്കിൽ സെമി സോളിഡ് വെഹിക്കിളിനകത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്യുന്നു. അതാണ് സസ്പെൻഷൻ. അതുപോലെയുള്ള സസ്പെൻഷനെ അല്ലെങ്കിൽ 2 ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ മിക്സ് ചെയ്തിട്ട് നമ്മൾ എമൽഷൻസ് ഉണ്ടാക്കും. എമൽഷൻ ഈസ് ഓൾസോ എ ബൈഫേസിക് ലിക്വിഡ് ഡോസേജ് ഫോം. അത് നമുക്ക് ഓൾറെഡി അറിയാം. അതുപോലെയുള്ള സസ്പെൻഷൻസിനെ ഫോം ചെയ്യാൻ വേണ്ടി സോളിഡ്സിനെ ലിക്വിഡ്സിനകത്തേക്ക്, ഫൈനലി ഡിവൈഡഡ് സോളിഡ് പാർട്ടിക്കിളിനെ ലിക്വിഡിനകത്ത് ഡിസ്പോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് യൂണിഫോം ആയിട്ട് അവിടെ മിക്സിങ് നടക്കണം. അതാണ് മറ്റൊരു ഒബ്ജക്റ്റീവ്. ലാസ്റ്റ് ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ്. അതിനെ നമുക്ക് മിക്സ് ചെയ്തൊരു ഇതായിട്ടുള്ള യൂണിഫോം ആയിട്ടുള്ള ഒരു എമൽഷൻ നമുക്ക് കിട്ടണം. ഇത് 4 മെയിൻ ആയിട്ട് നമ്മൾ മിക്സിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫിസിക്കൽ മിക്സിങ്ങിലൂടെ നമുക്കൊരു യൂണിഫോം മിക്സ്ചർ ഉണ്ടാക്കുക. രണ്ടാമത്തത് ഈവൻ കെമിക്കൽ റിയേജൻസ് ആണെങ്കിൽ അവ റിയാക്ട് ചെയ്ത് റിയാക്ഷൻസ് വഴി നമുക്കൊരു യൂണിഫോം പ്രോഡക്റ്റ് കിട്ടണം. മൂന്നാമത്തത് സസ്പെൻഷനോ പേസ്റ്റോ ഉണ്ടാക്കാനായിട്ട് ഒരു സോളിഡ്സിനെ നമ്മൾ ലിക്വിഡ്സിനകത്തേക്ക് ഡിസ്പേഴ്സ് ചെയ്ത് അവിടെ നമുക്ക് മിക്സിങ് നടക്കും. ഫോർത്ത് വൺ എന്ന് പറഞ്ഞാൽ 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണ് നമ്മുടെ കയ്യിലുള്ളതെങ്കിൽ അവയെ മിക്സ് ചെയ്ത് നമ്മളൊരു എമൽഷൻ ഉണ്ടാക്കും. ഓക്കെ, ഇത്രയും പിടികിട്ടിയോ? ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്? ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മിക്സ്ചേഴ്സ് ഉണ്ട്. മെയിൻലി 3 ടൈപ്സ് ആണുള്ളത്. ഒന്ന് പോസിറ്റീവ് മിക്സ്ചർ, രണ്ടാമത്തത് നെഗറ്റീവ് മിക്സ്ചർ, തേർഡ് വൺ ന്യൂട്രൽ മിക്സ്ചർ. പോസിറ്റീവ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓൾറെഡി ഞാൻ പറഞ്ഞു, എമൽഷൻ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ കയ്യിൽ എപ്പോഴും 2 ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള ഇമ്മിസിബിൾ ലിക്വിഡ്സ് പോസിറ്റീവ് മിക്സ്ചേഴ്സിനകത്ത് 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറഞ്ഞാൽ ആ 2 ലിക്വിഡ്സ് തമ്മിൽ നമ്മൾ മിക്സ് ചെയ്താൽ അത് മിക്സ് ആകും. ഓക്കെ, ആ പ്രോപ്പർട്ടി ഉള്ളതിനെയാണ് നമ്മൾ മിസിബിൾ ലിക്വിഡ്സ് എന്ന് പറയുന്നത്. അങ്ങനെ തമ്മിൽ കമ്പൈൻ ചെയ്യുമ്പോൾ മിക്സിങ് ഉണ്ടാവുന്ന 2 ലിക്വിഡ്സോ അല്ലെങ്കിൽ ഒരു സോളിഡ്സ് ലിക്വിഡിനകത്തേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്യുമ്പോൾ സോലുബിൾ ആകുന്ന ടൈപ്പ് ഉള്ളത്, അങ്ങനെയുള്ളതിനെ വിളിക്കുന്നതാണ് പോസിറ്റീവ് മിക്സ്ചേഴ്സ്.
എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മുടെ ഷുഗർ സൊല്യൂഷൻസ്. ഷുഗർ എന്ന് പറഞ്ഞാൽ അതൊരു സോലുബിൾ സോളിഡാണ്, അത് നമ്മുടെ വാട്ടറിനകത്ത് ഡിസോൾവ് ആകും, അങ്ങനെയുള്ളത്. അല്ലെങ്കിൽ ഈവൻ രണ്ട് മിസിബിൾ ലിക്വിഡ്സ്, ഇപ്പോൾ നമ്മൾ എടുക്കുന്ന രണ്ട് ലിക്വിഡ്സും തമ്മിൽ മിക്സപ്പ് ആവുന്നത്, അങ്ങനെ നമുക്ക് കിട്ടുന്ന മിക്സ്ചേഴ്സിനെ വിളിക്കുന്ന പേരാണ് പോസിറ്റീവ് മിക്സ്ചർ. ഇറ്റ്സ് എ ഇറിവേഴ്സിബിൾ ടൈപ്പ്. സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് മിക്സ്ചർ. നെഗറ്റീവ് മിക്സ്ചറിൻ്റെ കേസസിലാണ് ഞാൻ ആദ്യം പറഞ്ഞ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ്, നമ്മുടെ എമൽഷൻ്റെ കേസസിൽ പറഞ്ഞ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സിനെ മിക്സ് ചെയ്യുന്നു. അല്ലെങ്കിൽ നമ്മളൊരു ഒരു ലിക്വിഡ്സിനകത്തേക്ക്, വാട്ടറിനകത്തേക്ക് ഡിസോൾവ് ചെയ്യിക്കുമ്പം സോലുബിൾ ആകാത്ത അല്ലെങ്കിൽ ഡിസോൾവ് ആകാത്ത ടൈപ്പ് സോളിഡ്സ്, ഇൻസോലുബിൾ സോളിഡ്സ് ഡിസോൾഡ് ഇൻ വാട്ടർ, അങ്ങനെ നമുക്ക് കിട്ടുന്ന മിക്സ്ചേഴ്സിനെയാണ് നെഗറ്റീവ് മിക്സ്ചേഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് നമ്മുടെ എമൽഷൻസ്. ദെൻ തേർഡ് വൺ നോക്കിക്കേ, ന്യൂട്രൽ മിക്സ്ചർ. ഇറ്റ്സ് സ്റ്റാറ്റിക് ഇൻ നേച്ചർ, അതായത് ന്യൂട്രൽ ടൈപ്പ് ആയിരിക്കും. ദ സബ്സ്റ്റൻസ് ഡസ് നോട്ട് ഹാവ് ദി ടെൻഡൻസി ടു മിക്സ് വിത്ത് ഈച്ച് അതർ ഇമ്മീഡിയറ്റ്ലി. ഇപ്പം നമ്മൾ മിക്സറിനകത്ത് വേണ്ടി രണ്ടിൽ കൂടുതൽ സബ്സ്റ്റൻസ് നമ്മുടെ കയ്യിലുണ്ടാകും. അപ്പോൾ ആ രണ്ടിൽ കൂടുതൽ സബ്സ്റ്റൻസ് പെട്ടെന്ന് ഒരു കാരണവശാലും ഇമ്മീഡിയറ്റ്ലി തമ്മിൽ മിക്സ് ആവത്തില്ല. അങ്ങനെയുള്ള ഇതിനെയാണ് നമ്മൾ പറയുന്നത് ന്യൂട്രൽ മിക്സ്ചർ എന്ന്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് വാട്ട് ഈസ് മിക്സിങ്. മിക്സിംഗ് എന്ന് പറഞ്ഞാൽ 2 or more സബ്സ്റ്റൻസ്, രണ്ട് സബ്സ്റ്റൻസ് ആകാം അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ സബ്സ്റ്റൻസ് ആകാം, അവരെ നമ്മൾ കമ്പൈൻ ചെയ്ത് ഒരുമിച്ചാക്കി എടുക്കുന്നതിനെയാണ് മിക്സിംഗ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ഫിസിക്കൽ മിക്സിങ്ങിലൂടെ നമുക്ക് യൂണിഫോം മിക്സ്ചർ കിട്ടണം. ഇനി ഈവൻ കെമിക്കൽ റിയേജൻസ് ആണെങ്കിൽ അവിടെ റിയാക്ഷൻസിനെ പ്രൊമോട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട്, അതായത് റിയാക്ഷൻസ് നന്നായിട്ട് നടന്ന് നമുക്ക് യൂണിഫോം പ്രോഡക്റ്റ് കിട്ടണം. മൂന്നാമത്തെ കേസസ് എന്ന് പറഞ്ഞാൽ സസ്പെൻഷൻസ് ഫോം ചെയ്യാൻ വേണ്ടി സോലബിൾ ഫൈനലി ഡിവൈഡഡ് സോളിഡ് പാർട്ടിക്കിനെ സ്യൂട്ടബിൾ സോൾവെൻറ്റിനകത്ത് ഡിസോൾവ് ചെയ്ത് നമുക്ക് മിക്സ്ചർ ഉണ്ടാക്കണം. ഫോർത്ത് വൺ, രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആണെങ്കിൽ അവരെ മിക്സ് ചെയ്ത് നമുക്ക് എമൽഷൻസ് കിട്ടണം. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ ടൈപ്സ് ഓഫ് മിക്സ്ചേഴ്സ്? മെയിൻലി 3 ടൈപ്സ് ആണ്. പോസിറ്റീവ് മിക്സ്ചർ ഉണ്ട്, നെഗറ്റീവ് മിക്സ്ചർ ഉണ്ട്, ന്യൂട്രൽ മിക്സ്ചർ ഉണ്ട്. പോസിറ്റീവ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് മിസിബിൾ ലിക്വിഡ്സ്, അതായത് ആ രണ്ട് ലിക്വിഡ്സും തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ മിക്സ് ആകുന്നത്, അതാണ് മിസിബിൾ. അങ്ങനെയുള്ള രണ്ട് ലിക്വിഡ്സോ അല്ലെങ്കിൽ സോലുബിൾ ആകുന്ന ഒരു സോളിഡ്, ഒരു വാട്ടറിനകത്ത് ഡിസോൾവ് ചെയ്യുമ്പോൾ സോലുബിൾ ആകുന്ന സോളിഡ്സ്, അങ്ങനെ കിട്ടുന്ന മിക്സ്ചർ. എക്സാമ്പിളാണ് ഷുഗർ സൊല്യൂഷൻസ്. നെഗറ്റീവ് മിക്സ്ചർ എന്ന് പറഞ്ഞാൽ രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ് ആകും, അതായത് ഒരു കാരണവശാലും ആ രണ്ട് ലിക്വിഡ്സ് തമ്മിൽ മിക്സ് ചെയ്യുമ്പം ഒരു കാരണവശാലും നമുക്ക് മിക്സിംഗ് ഉണ്ടാകില്ല. അങ്ങനെയുള്ള രണ്ട് ഇമ്മിസിബിൾ ലിക്വിഡ്സ്. അല്ലെങ്കിൽ നമ്മുടെ സോൾവെൻറ്റിനകത്തേക്ക് ഡിസോൾവ് ചെയ്യുമ്പം ഇൻസോലുബിൾ ആയിട്ടുള്ള സോളിഡ്സ്, ഡിസോൾവ് ആകാത്ത സോളിഡ്സ്, അങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്തെടുക്കുന്ന മിക്സ്ചറിനെയാണ് നെഗറ്റീവ് മിക്സ്ചർ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ മിക്സപ്പ് ആവാൻ വേണ്ടി ഇനി ഏജൻറ്റ്സ്, ഇപ്പോൾ എമൽഷൻ്റെ കേസസിലാണെങ്കിൽ എമൽസിഫയിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കും, സസ്പെൻഷൻ്റെ കേസസിലാണെങ്കിൽ സസ്പെൻഡിങ് ഏജൻറ്റ്സ് ആഡ് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ് വൺ, ന്യൂട്രൽ മിക്സ്ചർ. ന്യൂട്രൽ മിക്സ്ചർ എന്ന് പറഞ്ഞാൽ ന്യൂട്രൽ നേച്ചറാണ്, അതായത് അതിലെ സബ്സ്റ്റൻസുകൾ തമ്മിൽ മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ടൈം എടുക്കും, അതായത് പെട്ടെന്ന് ആ സബ്സ്റ്റൻസുകൾ തമ്മിൽ മിക്സപ്പ് ആവത്തില്ല. ഇത്രയുമാണ് ഇൻട്രൊഡക്ഷൻ പാർട്ട്.